ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് ബ്രേക്ക് എടുത്ത് അങ്ങനെ ഞാൻ ചില നേരത്ത് പാർട്ട് ടൈം വർക്കിനായിട്ട് കയറി, ബില്ലിംഗ് സ്റ്റാഫായിട്ട് കയറി. കുറച്ച് നമുക്ക് ശരിക്കും മിസ് ചെയ്യും, കാരണം അത്ര എൻജോയ് ആയിട്ട് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും മുമ്പോട്ട് പോയാൽ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാനിത് അന്വേഷിച്ച സമയത്ത് ഇവിടുത്തെ സോഫ്റ്റ്വെയർ മെയിനായിട്ട് പഠിക്കുന്നത്. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. അപ്പോൾ ഓൻ എനിക്ക് റെഫർ ചെയ്ത് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എറണാകുളത്താണ്, കോൺടാക്ട് ഒരിക്കലും കളയില്ല, അപ്പം കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്ത് കാണുമെന്ന് പറയുന്ന പോലെ. നമ്മളെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? ക്ലാസ് അടിപൊളിയാണോ ഒന്നും അറിയത്തില്ല അല്ലേ? ഏത് സമയം ഏറില്ലല്ലോ, ഓരോ ദിവസം ആരാണല്ലേ ഒരു കാര്യം പറയാം, അതിനെപ്പറ്റി പിന്നെ അങ്ങ് പറഞ്ഞ ആ ക്ലാസ് തീരുന്നിടം വരെ നമ്മളെ താഴെ നിർത്തില്ല, ഓരോരാളായിട്ട് ഇറക്കി കയറിക്കൊണ്ടിരിക്കും. ശരിക്ക് കുറച്ചേ നമുക്ക് ശരിക്കും മിസ് ചെയ്യും, കാരണം അത്ര എൻജോയ് ആയിട്ട് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും മുമ്പോട്ട് പോയാൽ. സുധാരന്റെ കുറെ മണ്ടത്തരായാലും മണ്ടത്തിനും കുറച്ച് കൂടുതലാണ്. ആണെങ്കിൽ സുധാരന്റെ മണ്ടത്തിനെ കേൾക്കാൻ കാത്തിക്കേത് എന്താ ചെയ്യേണ്ടത്. അതെ, അമ്മിനെ പോലെ തന്നെ കാതോർത്ത് ഇങ്ങനെ നിൽക്കും, ആരെവിടെ എന്നെ കേൾക്കണേ കിട്ടാനായിട്ട് കാത്തിരിക്കണേ. അതൊക്കെ ഒരു ശരിക്കും മിസ് ചെയ്യും. ലാസ്റ്റ് വർക്കിനൊക്കെ കയറുമ്പോൾ ശരിക്കും അറിയാൻ പറ്റാം. 6 മാസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ഒരു വെറും കുറച്ച് ദിവസങ്ങൾ പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്തത്. നീ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത്? ഞാൻ ഇവിടെ വരണമെന്ന് തീരുമാനിച്ചത് ഞാൻ 3 വർഷം സെമിനാരിയിലായിരുന്നു. സെമിനാരിൽ ഫ്രീ സ്റ്റുട്ട് ആകാൻ പോയതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്, തിരിച്ചു പോകുന്നു. അന്ന് കഴിഞ്ഞിട്ട് ഞാൻ 6 മാസത്തോളം ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കോഴ്സിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് ആദ്യം എടുക്കേണ്ടത്. ആദ്യമേ സെമിനാരിൽ ചേർന്നപ്പം അങ്ങെത്തും എന്ന പ്രതീക്ഷയായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. 3.5-4 വർഷത്തോളം പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് എക്സ്പീരിയൻസ് മീൻസ് അത്യാവശ്യം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി, പിന്നെ ആൾക്കാരോട് ഒരു മിങ്കിൾ ചെയ്യാൻ പറ്റി, അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വേസ്റ്റായെന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും ആ 3.5-4 വർഷം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേസ്റ്റ് ആയിട്ടില്ല എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ സെമിനാരിൽ നിന്ന് നീ ഇങ്ങനെ ഹെൽത്ത് കെയർ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ ഇട്ട് വന്നപ്പോൾ എനിക്ക് പലരും വീടിൻ്റെ അടുത്തുള്ളവർ പറയും അവിടെ അത് കയറി, ഡിഗ്രിക്ക് കയറി, ആർമി ചേര്, പോലീസ് ചേര്, ഓട്ടോ ഓടാൻ പറ്റിയൊരു പലത് വരും. അപ്പം ഞാനിങ്ങനെ മൈൻഡ് മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു, എന്നാ ചെയ്യണ്ടേ. എനിക്കിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് ബ്രേക്ക് എടുത്ത് അങ്ങനെ ഞാൻ ചില നേരത്ത് പാർട്ട് ടൈം വർക്കിനായിട്ട് കയറി, ബില്ലിംഗ് സ്റ്റാഫായിട്ട് കയറി. അങ്ങനെല്ലാം കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ നിന്നാൽ ശരിയാവത്തില്ല, എന്നാൽ നമ്മുടെ ഇത് മുമ്പോട്ട് പോകത്തല്ലേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും വേണ്ട, ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ചോദിച്ചോണ്ട് അപ്പം ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എനിക്ക് ഈ ഇടയ്ക്ക് റീൽസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ റീൽസ്. അപ്പം അപ്പം നേഴ്സല്ല ഡോക്ടറും അല്ല. അപ്പം കൊള്ളാം, ഹോസ്പിറ്റലാണ് ഇൻട്രസ്റ്റ് തോന്നി അതിനോട്. ഹോസ്പിറ്റലാണ് വർക്ക്, കൂടുതൽ പേരോട് മിങ്കിൾ ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഹെൽത്ത് കെയർ ആണല്ലോ, അറിയാമല്ലോ. അപ്പം ഇതൊരിക്കലും നിന്ന് പോകാത്ത നിന്ന് പോകത്തില്ല. അതുകൊണ്ട് എന്നോടൊരു ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ കയറിയാണ്. അപ്പം ഇത് കേട്ടപ്പോൾ എൻ്റെ ഒരു കസിൻ ചേട്ടൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ പഠിച്ച്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. അപ്പം ഞാൻ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്ത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ പിന്നെ കൂടുതൽ അന്വേഷിച്ച് എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി. അപ്പം അതെല്ലാം ഞാൻ വിളിച്ച് ഓരോരുത്തരെ പറ്റി, അതായത് എനിക്ക് ഇവിടുത്തെ ഓരോരുത്തരുടെ നമ്പർ കിട്ടി, എനിക്ക് അവിടുന്ന് അവരെ വിളിച്ച് അന്വേഷിച്ച് ഓരോരോ കാര്യം പറഞ്ഞെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയത്. അങ്ങനെ വന്നു ചേർന്ന് 6 മാസം പെട്ടെന്ന് പോയി കിട്ടിയല്ലേ. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഇതൊക്കെ? ഞാൻ ആക്ച്വലി ദുബായിലായിരുന്നു. കുറച്ച് സെയിൽസിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. അപ്പം എന്നിട്ട് ദുബായിലേക്ക് പോകാന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ ഒരു അങ്കിളുണ്ട്, ആള് അവിടെ ഖത്തറിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന ചോദിച്ചാൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയാലും ഒരാൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. അപ്പോൾ ഓൻ എനിക്ക് റെഫർ ചെയ്ത് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എറണാകുളത്താണ് കാര്യങ്ങൾ. അങ്ങനെ ഇവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് നല്ലൊരു
ഇതന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തു. +2 അതോ ഡിഗ്രി തന്നെ എടുത്തിട്ടുണ്ടോ? ഡിഗ്രി ഞാൻ ഡ്രോപ്പ് ഔട്ടാണ്. പിന്നെ അവിടെ വന്നതിന് ശേഷവും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആയാലും അടിപൊളി തന്നെയാണ്. എക്സ്പീരിയൻസ് എല്ലാം അടിപൊളിയാണ്. 6 മാസം പെട്ടെന്ന് അറിഞ്ഞേ ഇല്ല നമ്മൾ അല്ലേ? മിസ്സാണേലും സാർമാരാണേലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. കൂടുതലുള്ളവരാണ് നമ്മുടെ ഒരു സിബ്ലിങ്സിനെ പോലെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. പിന്നെ എനിക്കൊരു എന്ത് വന്നതെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ കൂടിയ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് എടുത്തത്. അവൻ പെട്ടെന്ന് നിർത്തിപ്പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അതേപോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇവിടെ വന്നു കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പിന്നെ ആ ഒരു ഫീല് തോന്നിയില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോഴത്തേനും ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു 3 പേരും വെച്ച് എന്നെ കാണിക്കാനായിട്ടാ ഒന്നും ആകത്തില്ല. 3 വെച്ച് ഇവർക്കും നഷ്ടം നമുക്കും നഷ്ടം. ഇങ്ങനെ അത് കഴിഞ്ഞാണ് നിങ്ങളും വന്നത്. വന്നത് അന്നേരം മനസ്സിലായി അടിപൊളിയാണ്, സെറ്റാണ്. അപ്പം ഓക്കെ എന്നെ വീടൊരു പഠിച്ച ശേഷം നല്ലൊരു കോൺഫിഡൻസ് കിട്ടി എനിക്ക്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും പ്ലേസ്ഡ് ആയി തന്നെ വർക്ക് ചെയ്യാൻ നല്ലൊരു കോൺഫിഡൻസ് ഇപ്പോൾ കിട്ടി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട്. പിന്നെ നമ്മുടെ ഡെയിലി പിന്നെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്, പിന്നെ പ്രൊജക്റ്റ്, പ്രസൻറ്റേഷൻ, ഇതെല്ലാം ഞാൻ ഇങ്ങനത്തെ ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. സാധാരണ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കും, പിന്നെ എക്സാം കാണും, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതുപോലത്തെ പ്രൊജക്റ്റും പ്രസൻറ്റേഷനും ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇവിടെ വന്നിട്ടാണ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്ത് തന്നെ ഹോസ്പിറ്റലിൽ നമുക്കിപ്പം പ്ലേസ്ഡ് ആയാലും നമുക്ക് ഹോസ്പിറ്റലിൽ എന്നാ ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പം അതൊന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ചെയ്യാൻ പറ്റുന്നത്. അതെ, അത് മാത്രമല്ല ഇവിടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ ടെക്സ്റ്റ് ബുക്കൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ്. കാരണം എക്സാംസ് കാര്യങ്ങളെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. അത് നമുക്ക് റെഫർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് പഠിക്കില്ല. അത് നമുക്ക് എന്താ പറയുക, ആരോട് എങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഞാനിത് അന്വേഷിച്ച സമയത്ത് ഇവിടുത്തെ സോഫ്റ്റ്വെയർ മെയിനായിട്ട് പഠിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും സോഫ്റ്റ്വെയറിനെ കുറിച്ച്, അപ്പം സോഫ്റ്റ്വെയർ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്പം ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രം അറിഞ്ഞു, സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ട്. അതിനപ്പോഴത്തേനും 2 ദിവസം കഴിഞ്ഞ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ച് ചോദിച്ചപ്പം സോഫ്റ്റ്വെയർ അങ്ങനെ അവർ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നില്ല. ഇവർ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് മാത്രം. അപ്പം ഇത് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ അവിടെയുള്ള ഹോസ്പിറ്റൽ പോലെയാണെങ്കിലും ഈ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു അവിടുത്തെ ഒരു മെയിൻ ഹോസ്പിറ്റലാണ് സെൻറ്റ് ജോൺസ് എന്ന് പറയുന്നത്. അവിടെ പോലും ഈ അവിടെ മാത്രമല്ല എറണാകുളത്ത് പലയിടത്തും ഈ ലൈഫ് എച്ചേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂവിന് എന്നാലും നമ്മൾ എന്താണ് കൂടുതലായിട്ട് പഠിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുണ്ട് സോഫ്റ്റ്വെയർ ആണ് പഠിച്ചത്. സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് സോഫ്റ്റ്വെയർ പഠിച്ചു. 6 മാസം സോഫ്റ്റ്വെയറിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഏത് സമയത്താണ് നമുക്ക് ലാപ്പ് ഏത് ടൈമും നമുക്ക് വർക്ക് ചെയ്യാം. കാരണം ക്ലാസ് ഇല്ലെങ്കിലും സാറ്റർഡേയിൽ വന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതെ, ഒരു കുഴപ്പമില്ല. നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു. അത് മാത്രമല്ല ഒരു 2 monthsന്റെ നമ്മൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ലൈഫ് എച്ചേഴ്സിന്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എവിടെ ഇപ്പം പോയാലും നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ അറിയാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് കിട്ടും, അഡ്വാൻറ്റേജ് ആണ്. ട്യൂട്ടേഴ്സ് ആയാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. കാരണം നമുക്ക് പേടിയില്ല, അതായത് ഓപ്പൺ ആയിട്ട് എന്തും ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ നിതാമിസ് ആയാലും അജയ് സാർ ആയാലും നല്ല വൃത്തിക്ക് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമ്മളെ കാണുന്ന ഒരു അനിയന്റെ സ്ഥാനത്തും. അതെ, അങ്ങനെയാണ് നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത്. അതെ, അജയ് സാർ ആയാലും അങ്ങനെ തന്നെ നല്ല രീതിയിലായിരുന്നു അതെ, അതാണ് അതുകൊണ്ടാണ് ഈ 6 മാസം പോയത് അറിയാതെ. നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും, എന്ത് ഡൗട്ട് അതാണ് ഏത് ടൈമും എന്ത് ഡൗട്ടും ചോദിക്കാൻ പറ്റും നമുക്ക്. അതെ, സ്പോട്ടിൽ റിപ്ലൈ കാര്യങ്ങൾ കിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞ ഖത്തറിൽ വർക്ക് ചെയ്യുന്നതല്ലേ? അല്ല, ഖത്തറിലേക്ക് പോവാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ അങ്കിൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ട് പോകാനാണ് താല്പര്യം. അങ്ങോട്ട് പോകണം എന്നാണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഇവിടെ ഞാൻ സെറ്റ് എക്സ്പീരിയൻസ് ആക്കിയിട്ട് പിന്നെ പുറത്തു പോകാന്നുള്ളൊരു മൈൻഡിലേക്ക്. ഞാനങ്ങനെ വെളിയിലോട്ട് നോക്കുന്നുണ്ട്. വെളിയിൽ എവിടത്തേക്ക് നോക്കുന്നത്? ഞാനിപ്പോൾ നോക്കുന്നില്ല. ആദ്യം ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് പിന്നെ നോക്കുക. ഇപ്പം ഡിഗ്രി ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് കൂടെ ആക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ഐഡിയാസ് കാര്യങ്ങളെല്ലാം കിട്ടിയ ശേഷം പോകാൻ നോക്കി.
പ്ലേസ്മെന്റ് പിന്നെ ഇവിടുന്ന് തന്നെ ആയിക്കൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. കാരണം നമുക്ക് ഇവരുടെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ ഒരേപോലെ കിട്ടുമെങ്കിൽ അവിടെ വേക്കൻസി അവർ തന്നെ സെറ്റ് ചെയ്താൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ അന്വേഷിച്ചത് നടക്കേണ്ട ആവശ്യമില്ല. ഇവരെന്നെ ഇന്റർവ്യൂ കാര്യങ്ങൾ സെറ്റ് ആക്കി തരൂല. അതാണ് ഏറ്റവും ഒരു ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതെ അതെ, വെറുതെ ഓരോരുത്തർക്ക് കയറി ഉണ്ടോ വേക്കൻസി ഉണ്ടോ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവരെന്നെ സെറ്റ് ആക്കി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. അതാണ് നല്ലത്. അതെ, നോക്കാം ഒപ്പരം വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. അതെ, ഒരിക്കലും കോണ്ടാക്ട് കളയാതെ അയ്യോ, കോണ്ടാക്ട് ഒരിക്കലും കളയില്ല. ഇപ്പം കീപ്പ് ഇൻ ടച്ച്. അപ്പം വിളിച്ചാൽ വിളിപ്പുറത്ത് കാണുമെന്ന് പറയുന്ന പോലെ കണ്ടോ എല്ലാവരും. എവിടെ പോയാൽ നമുക്ക് വർക്കിന് കയറിയ ശേഷം ഒരു എന്താ പറയാ കുറച്ചൊന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം. എല്ലാവരും സെറ്റ് ആയിട്ടാണ് അങ്ങനെ ഒന്ന് സെറ്റായി കോണ്ടാക്റ്റും കാര്യങ്ങളിലായിട്ട് കീപ്പ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകണം.